അപ്പോഴേ നമ്മളൊന്നത് റെഡി ചെയ്യാലോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് ഞാൻ വന്ന് രാവിലെ ചെടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു. ചെക്കന്മാർ എത്തിയിട്ടില്ല. നാഫ് എത്തിയിട്ടുണ്ട്. നാഫിയുടെ വണ്ടി മാറ്റിയിട്ടാണ്. ബൊലേറോ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നോവ മാറ്റിയിട്ടാണ്. ഇന്നോവ കയറ്റാനായിട്ടുണ്ട്. തിരക്ക് വേറെ വൈറ്റ് വണ്ടി നമ്മൾ ഇറങ്ങാനുണ്ട്. 1-2 ഇന്നോവയും കൂടി. അപ്പോൾ അതിൻ്റെ ഇതിൽ പെൻഡിങ്ങിൽ നിൽക്കാം. മറ്റേ ഇന്നോവ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത വർക്ക്. ബൊലേറോയിൽ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഫി ഇന്നോവ മാറ്റിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫോർച്യൂണർ കയറ്റിയില്ല. പിന്നീട് നമ്മളെ ഫ്രോൺസിൻ്റേത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിററിൽ ക്യാമറയും കാര്യങ്ങളും കൊടുക്കുക, അങ്ങനത്തെ വർക്കും കാര്യങ്ങളുമാണ്. അതുപോലെ താറ് സ്റ്റാർട്ട് ചെയ്തില്ല. താറിൻ്റെ ഐറ്റംസ് വരാനുണ്ട്, കുറച്ച് ഐറ്റംസ് വരാനുണ്ട്. എന്നാൽ താറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സ്വിഫ്റ്റ് നിന്ന് കൊടുക്കണം. സ്വിഫ്റ്റിൻ്റെ കുറച്ച് വർക്കും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്വിഫ്റ്റ് നിന്ന് കൊടുക്കണം. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞല്ലോ സ്വിഫ്റ്റിൻ്റെ വർക്ക് നമുക്ക് ഒന്ന് ഫിനിഷ് ആക്കണം എന്നുള്ളത്. അപ്പോൾ വിത്ത് DRL കിറ്റ് ആയിരുന്നു. ഇപ്പോൾ DRL കാര്യങ്ങൾ അതുപോലെ പ്രൊജക്ടർ ഫോഗ് ട്രൈ കളറാണ് എന്നൊരു വർക്ക് കാണിച്ചു തരാം. അപ്പോൾ ഹെഡും കാര്യങ്ങളിൻ്റെ ഫിറ്റിങ്സൊക്കെ ഒക്കെ സ്ലീവ് ഇട്ട് കണ്ടോ. ഒക്കെ സ്ലീവും പോരാത്തിന് ആ 2 കപ്പറും ഇട്ടിട്ട് അതിന് ടാഗ് വരെ ഇട്ടിട്ടുണ്ട് ലൂസായിരിക്കാൻ. നാഫി അവിടെ പോളിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒനിക്സി ആണ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, 3 മിനിറ്റാണ്. ഇതൊക്കെയാണ് അകത്തെ കാര്യങ്ങൾ. ബമ്പർ കയറ്റാൻ പോകണേ. ഫോൺസിൻ്റെ സിസ്റ്റത്തിൻ്റെ കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണക്ട് തന്നെയാണ്. ബോട്ടിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ഫ്രണ്ട് ക്യാമറ കേട്ടോ. ഇത് റിയർ ക്യാമറ. ഇത് നമ്മൾ ഡിക്കി പൊന്തിച്ച് വെച്ചുകൊണ്ടാണ്. ഇതിപ്പോൾ ലെഫ്റ്റും ഇത് റൈറ്റും. ഇത് അലൈൻമെൻറ്റ് കഴിഞ്ഞില്ല കേട്ടോ. കളിബ്രേഷൻ കഴിഞ്ഞില്ല. ജസ്റ്റ് ഫിക്സ് ആക്കുന്നതാണ്. ഈ പാനലും കാര്യങ്ങളും കൺഫേഴ്സ് പാൻ വിറ്റ് ചെയ്തോ. ഫൈനലി ഇതാ സ്വിഫ്റ്റിൻ്റെ പോളിഷ് കഴിഞ്ഞു കേട്ടോ. ബമ്പറും കാര്യങ്ങളൊക്കെ കയറ്റി പോളിഷ് കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫിഷ് തുടക്കുകയാണ്. വാഷ് ചെയ്തില്ല വണ്ടി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വാഷ് ചെയ്യാമെന്ന് കരുതിയിട്ടാ. അതേപോലെ റിയറിൽ നമ്മൾ ആ ഒരു ലോഗോ ഒട്ടിച്ച് നമ്പർ ബോർഡും കൊട്ടിക്കാണ്ട് നമ്പർ ബോർഡ് ഒട്ടിക്കാണ് അടുത്ത പരിപാടി. അതേപോലെ തന്നെ ഫ്രോൺസ് നമ്മൾ ബ്ലാക്ക് ഉള്ളിൽ കയറ്റില്ല ബമ്പർ അയക്കണം എന്ന് വെച്ചിട്ടാ. അതുപോലെ ഫ്രോൺസിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് ഉണ്ട്. ജസ്റ്റ് കാണിച്ചാൽ എന്താ ഞാൻ അതിൻ്റെ മുമ്പത്തിൻ്റെ വീഡിയോ എടുക്കാം നമുക്ക് നമ്മളെ സ്വിഫ്റ്റിൻ്റെ. അപ്പോൾ ഫൈനലി ഇതാ സ്വിഫ്റ്റ് വർക്കും കാര്യങ്ങളും എന്തെങ്കിലും വീഡിയോ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടി ഞാൻ ഒന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം എന്താ വാഷിങ് കഴിഞ്ഞ് കയറ്റിയാണ്. അടുത്ത ഫ്രോൺസ് ഇപ്പോൾ കൊണ്ടുപോകും. ഫ്രോൺസിൻ്റെ 360 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി കണ്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ. പറയുമ്പോൾ രാത്രിയാണത്. അത്യാവശ്യം നല്ല ക്ലിയർ ആണ് കേട്ടോ. പോവാ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കരുതി. കാരണം ഫുള്ള് പൊടി പറയട്ടെ. ഓക്കെ, ഓഫ് വേണ്ടാ. അപ്പോൾ ഓക്കെ, പോട്ടെ. പിന്നെ ചെയ്ത മിറർ കവർ, ബാറ്റ്മാൻ്റെ സ്പോയിലർ, പിന്നെ ഒരു OEM ആം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺസ് 360 കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതോടെ നമ്മൾ ഷോപ്പിൻ്റെ അടുത്തുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഒരു പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു ശരി. അടുത്ത നമ്മൾ സ്വിഫ്റ്റ് സെറ്റപ്പ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോ എടുക്കേണ്ടതാണ്. നമുക്ക് എടുക്കാൻ വേണ്ടി പോവാം. ബാക്കി ചെക്കന്മാരുണ്ട് ഇവിടെ. ഒരു സെറ്റ് ചെയ്ത് പോകും. നീങ്ങളുള്ളവരൊക്കെ ബാക്ക് കോട്ടെ ഞാൻ സൂചിക്കുന്നോ കുറച്ച് മുന്നിൽ കൈ തൊഴിഞ്ഞ് എല്ലാവരും കഴിക്കുക. റെഡി 1 2 വരയ്ക്കാൻ കുറിച്ച് ഇതിന് വരയ്ക്കുമ്പോൾ മറ്റേ വരും. പിന്നെ അതൊക്കെ ഇതിന് വരുമ്പോൾ അത് വലിച്ചു വിടുക. പിന്നെ ഇത് നോക്കണ വണ്ടിയോട് വിളിക്കാൻ റെഡി 1 2 3 വണ്ടി പോയി നടന്നാളി.
അപ്പോൾ ഫൈനലി സ്വിഫ്റ്റിൻ്റെ റിവ്യൂലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ആരോട് എന്നോട് ചോദിച്ചാലോ? പിന്നെ അവർ ചെയ്തിട്ടുള്ള സ്പോർട്സ് കിറ്റ്, സ്പോർട്സ് കിറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ഹണി ഡോട്ടിൽ വരുന്നത്, അതേപോലെ പ്രൊജക്ടർ ഫോട്ടോഗ്രാമെൻ്റ് വിത്ത് റിയാൽ കിറ്റാണ്. അതുപോലെ ഈ പോർഷൻസ് കംപ്ലീറ്റ് മാറ്റ് വരുന്ന പോർഷൻസ് കംപ്ലീറ്റ് ഡീക്രോം ചെയ്ത് അത് ഗ്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ്സ്, ലോഗോ. ദെൻ സൈഡിൽ നോക്കുമ്പോൾ ബാറ്റ്മാൻ മിറർ കവർ, ദെൻ അലോയ്സ് 17 ഇഞ്ചിൽ അലോയ്സ്. ഡോക്ടർ നാനോൻ്റെ 4 സ്പ്രിങ്ങും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വണ്ടി ഇത്ര ലോ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല ലോ ആയിട്ടുണ്ട്. അതേപോലെ ഹബും കാര്യങ്ങളും റെഡി ചെയ്തിട്ടുണ്ട്. പിന്നീട് റിയറിൽ ഈ ഒരു ഹാൻഡിൽ കണ്ടോ, അത് ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷാർക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. റിയറിൽ ആ ഒരു ലോഗോ മാത്രം നമ്മൾ ഡീക്രോം ചെയ്തു. അതേപോലെ നമ്പറും കാര്യങ്ങളൊക്കെ ഒരു ഗ്ലോസി ഫിനിഷിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കാര്യമായിട്ട് അപ്ഡേഷൻസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഏകദേശം കോഴ്സ് ഇതാ ഇവനാണ് വണ്ടി. എന്താ പറയുള്ളത്? ഓക്കെ അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച വരെയാ? ഇവര് കുറേ ആൾക്കാർ വന്നുണ്ട്, 1 2 ഒന്നുമില്ല അല്ലേ? എത്ര ആളുണ്ട്? 8 ആളോ? ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ എടുക്കണം അല്ലേ? ഇതിൻ്റെ വീഡിയോസ് ഞങ്ങൾ എടുത്തില്ല കേട്ടോ, ഷോർട്സ് ഒന്നും. എന്തായാലും ഇവിടെ നാട് പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. പക്ഷേ വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. നമ്മൾ അടുത്ത് ഇന്നോവ എത്തിച്ചിട്ടുണ്ട്. ഇന്നോവ പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടൈല് മാറ്റാൻ ഹെഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വൈറ്റാണ് ചെയ്തത് നമ്മൾ കളർ കേട്ടോ. അതൊരു ബ്ലൂ ഷെയ്ഡ് വന്നൊരു വണ്ടിയായിരുന്നു. പിന്നീട് നമ്മൾ അടുത്തത് ഇന്നോവ, അടുത്ത ഇന്നോവ നാളെ കയറും എന്ന് ഞാൻ കയറും പറയുന്നില്ല. അപ്പോൾ ഇവർ ഫുൾ വെയിറ്റിങ്ങിലാണ്. ഏത് വീഡിയോ വേണം? ഫ്രോൺസിൻ്റെ ഓണർ എൻ്റെ വീഡിയോ 60K ആയിന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇതുവരെ പഴയ സ്പ്രിങ്ങും കാര്യങ്ങളും കേട്ടോ. ഓക്കെ, എന്തൊരു വണ്ടി ഇറക്കാണ്. ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ ഫീഡറാ ഇവനാണ്. ഇവന് വല്ലാതെ ഫോൺ വിളി കൂടുതലാണ്. പിന്നെ അവസരം കിട്ടിയ അന്നേരം ഫോണുമ്മലാണ്. ഇവന് യാതൊരു ഒഴിഞ്ഞ കുട്ടിനെ കിട്ടിയേക്കണേ. ഇവനല്ലേ 15 ലീവാണെന്ന് പറഞ്ഞത്. അടക്കെ ഇവൻ്റെ ഒഴിഞ്ഞിക്കണ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ പണിൻ്റെ സമയത്ത് വിളിച്ച് ഇവൻ ഇടങ്ങാറാക്കരുത്. ഉള്ള കാര്യം പറഞ്ഞതാണ്. ഒരു ബ്ലൂ ഫോട്ടോ എടുക്കണം. 2 3 4 5 6 7 9 ആളുണ്ട് കേട്ടോ. 9 10 ആളുണ്ട്. 2 3 4 5 9 ആൾ. അത് 2 3 ആൾക്കാർ വരാത്തതുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ ചിരിക്കണം. എൻ്റെ ഫോൺ വിളി ഞാൻ കാണിച്ചു തരാം. നിൽക്കുക ചെയ്യും. ഓക്കെ, എങ്ങനെ എൻ്റെ ഫോൺ വിളി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പണിയൊക്കെ തീർത്തേക്കണം. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ പൂർത്തിയാണ്. കാരണം ഇനിയിപ്പോൾ ഇവർക്ക് എന്തോ പുറത്ത് കിട്ടുന്നുണ്ട്, ഷോട്ടും എടുക്കണ്ട. കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കോഴ്സും കാര്യങ്ങളും ആയിട്ടുണ്ട്. ബോർഡ് ലൈറ്റും കാര്യങ്ങളും ഞാൻ ഓഫാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഏകദേശം പരിപാടിയും കാര്യങ്ങൾ കഴിഞ്ഞ് ഇവർ പോവാണ്. ഇവരൊന്ന് വണ്ടി ആയിരുന്നു കേട്ടോ. ഒരു ബലിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ ഒരു ഹാപ്പിയാണ്. വണ്ടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഓക്കെയാണ് വണ്ടി. കാരണം സൈക്കിളൊക്കെ പോകും കാര്യങ്ങളും എല്ലാം കൊണ്ട് വണ്ടി ഓക്കെയാണ്. ഒരു ടൈലാമ്പിൻ്റെ കുറവും കൂടി ഉണ്ട്, എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ പരിപാടി കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ എന്ത് ചെയ്യാം, മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ.